പിന്നെ റിയാക്ട് ചെയ്യണോ അതോ റെസ്പോണ്ട് ചെയ്യണോ? ഇത് രണ്ടും രണ്ട് ഇമോഷൻസ് ആണ്. ആദ്യത്തെ സംഭവം തന്നെ റിയാക്ഷൻ, ഉരുളക്കുപ്പേരി എന്ന് പറയില്ലേ, അതേപോലെ സ്പോട്ടിൽ അങ്ങോട്ട് തിരിച്ചടിക്കുക. അതെ, ഇവ എന്ത് പറഞ്ഞാലും ഞാൻ നോ പറയുള്ളൂ, ഞാൻ റെസ്പോണ്ട് ചെയ്യില്ല. റിയാക്റ്റിന് എപ്പോഴും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്കത് വേണ്ട. അതൊരിക്കലും നമുക്ക് ഒരു അറ്റാച്ച്മെൻ്റ് അല്ല തരിക, ഡിറ്റാച്ച്മെൻ്റ് ആണ് തരിക. അടുത്ത സംഭവം നോക്കാം, റെസ്പോണ്ടിലൂടെ നമുക്ക് പറ്റുക ക്ലാരിറ്റി. വളരെ സിമ്പിളാന്നേ. പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക, നന്നായി ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാതെ, ഞാൻ റിയാക്ട് ചെയ്താൽ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടാവും അതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് അതിന് ശേഷം നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോഴാണ് അത് നല്ലൊരു അറ്റാച്ച്മെൻറ്റ് റിപ്ലൈ ആവുക. പിന്നെ നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ ആലോചിച്ചിട്ടാണോ പറയേണ്ടത്, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഈ ഒരു മൈൻഡിനെ നമ്മൾ ട്രാക്ക് ചെയ്ത് കൊണ്ടുവന്നാണ്ടല്ലോ നമ്മളുടെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് നടക്കും. പണം നമ്മളെ ഭരിക്കാതെ നമ്മൾ പണത്തെ ഭരിക്കണം എന്ന് പറഞ്ഞ പോലെ മൈൻഡിനെ നമ്മൾ എടുക്കുന്ന മൈൻഡ് സെറ്റിലൂടെയാണ് അല്ലെങ്കിൽ ഇമോഷൻസിലൂടെയാണ് അത് മുന്നോട്ട് പോവുക. അതുകൊണ്ട് നമ്മൾ ആ മൈൻഡിനെ രണ്ട് ട്രാക്കും മനസ്സിലാക്കിയിട്ട് റെസ്പോണ്ട് ട്രാക്കിനെ മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. റെസ്പോണ്ട് ഈസ് ബെസ്റ്റ് ഇമോഷൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ്.